എന്നെ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല. ആ ഇപ്പൊ കാണുന്നേ. ഇപ്പോഴോ? ഇപ്പൊ ഇല്ല. എൻ്റെ സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? സ്ക്രീനിലൊന്നും കാണുന്നില്ല. സ്ക്രീനിലൊന്നും ആർക്കൊന്നും കാണുന്നില്ല. ആ കാണുന്നു. ലാപ്പിന്റെ വാൾപേപ്പർ കാണുന്നുണ്ടല്ലോ. ആ വാൾപേപ്പർ. ആ ഓക്കെ. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഇപ്പം നിങ്ങൾക്ക് കൃത്യമാണെന്നുണ്ടോ? ആ കാണുന്നു. ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ലേ? ഇല്ല. ബ്ലറായിട്ടാണോ കാണുന്നത്? അതെ. ഇപ്പോഴോ? ഇപ്പോഴും ബ്ലർ തന്നെയാ? ആ അതെ. ഇപ്പോഴും അതെ. ആ ക്ലിയർ. ക്ലിയർ തീരെയില്ല. ഓക്കെ 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 ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഒറ്റ സെക്കൻഡ്. ഇപ്പോൾ ഓക്കെ അല്ലേ? അല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? ആ, ഞാൻ ഇതിൽ കാണിക്കുന്നത് ഫ്ലിപ്പായിട്ട് കാണുന്നുണ്ടാ? അതിലേ അതിലേ ആ പരസ്യം എടാ, കേൾക്കാം. ഇതില് കാണുന്ന ഫ്ലിപ്പായിട്ട് കാണുന്നുണ്ടാ? ആ കാണുന്നുണ്ട്. ഈ ടെക്സ്റ്റിലെ ക്ലിയർ ഫ്ലിപ്പായിട്ട് കാണുന്നുണ്ടല്ലേ? ഓക്കെ ആ ഓക്കെ ഓക്കെ. ഒറ്റ സെക്കൻഡേ, ചെറിയൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പോൾ ക്ലിയർ ആയിട്ട് വായിക്കാൻ കിട്ടുന്നില്ലേ? ഫ്ലിപ്പ് നല്ലല്ലോ അതിലേ. ഇല്ല ഇല്ല ഇല്ല. ഇപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് വായിക്കാൻ കിട്ടുന്നില്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. ഇല്ല എല്ലാം വായിക്കാൻ കിട്ടുന്നില്ലേ?
ക്ലിയർ ഇല്ല, വേറെ ക്ലാരിറ്റി ആയിട്ട് കാണുന്നില്ല. കാണുന്നില്ല. ഉം. ഒറ്റ സെക്കൻഡേ. എന്നാലും ക്ലിയർ ഇല്ല അല്ലേടാ? വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. ഇല്ല ഓ തീരെയില്ല. ഇല്ല മനസ്സിലാവില്ല അത് എന്തോ കോഡിങ്. അതെയാ, ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പോൾ ശരിയാക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്.
ഉം? എന്തേ? ഇല്ല ഇല്ല, ഞാൻ ക്ലാസ്സിലുണ്ട്. ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നില്ലേ? ക്ലിയർ ഉണ്ടോ? ഓക്കെ. ഒരു മിനിറ്റ്, ഞാൻ ഇതിലേക്ക് ആക്കട്ടെ. ഇപ്പൊ ക്ലിയർ അല്ലേ? എല്ലാം കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് എല്ലാവരും പ്രസന്റ് അല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. ഓൾമോസ്റ്റ് 7 ആൾക്കാരുണ്ട് അല്ലേ? യെസ്. അഖിൽ വന്നോ? ഉണ്ട്. അലനുണ്ട്. ഓക്കെ. ദേവാഗി CID ലാപ്പ് മേടിച്ചുട്ടാ. ഏതിടാ? ഞാന് മറ്റേ ഇത് സെക്കൻഡ് മേടിച്ചു. അതെയാ? മറ്റേ എന്തിയാ ഞാൻ പറയാനുണ്ടായേ? ഏടുന്ന്? ലെനോവോന്റെയാ? ഓക്കെ. എനക്കാണോ? യെസ്. അപ്പം അതാണ് സംഭവം. അപ്പം എന്നെ കാണുന്നുണ്ടല്ലോ? കാണുന്നില്ലേന്ന്? ഓക്കെ. അപ്പം പറയണ മമ്മു വരാ? ഓക്കെ, ഞാൻ വെച്ച് തൊപ്പിന്റെ മമ്മിയിലത്തേക്കൊന്നു. ഓക്കെ. കാണുന്നുണ്ടോ? അതില്ലേ, മറ്റേ ഞാൻ ഉപയോഗിക്കുന്ന OBS സ്റ്റുഡിയോൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അത് നേരെ വണ്ണം വർക്കാകുന്നുണ്ടായിട്ടാ. എന്തോ അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ അത് പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലെക്ചറാണിത്. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ടോപ്പിക്കിൻ്റെ കാര്യം ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലേ? എന്തൊക്കെയാ? ഇൻട്രൊഡക്ഷൻ ഓൺ ടെക്. യെസ്, ഇൻട്രൊഡക്ഷൻ ടു ടെക്, മൈക്രോ കൺട്രോളേഴ്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് റോബോട്ടിക്സ്. അത് നിങ്ങൾക്കിപ്പം കുറച്ച് ആൾക്കാർക്ക് കിറ്റൊന്നും എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഐ തിങ്ക് ഒരു കിക്ക് സ്റ്റാർട്ട് എന്ന രീതിയിൽ നമുക്കിതൊന്ന് തുടങ്ങാം. അപ്പോൾ കിറ്റില്ലവർ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ഇൻട്രൊഡക്ഷൻ ടു ടെക്, അതാണ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് എന്താണ് മൈക്രോ കൺട്രോളേഴ്സ്, എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സ്, എന്താണ് റോബോട്ടിക്സ് ആണ് ചെറിയൊരു തിയറി ലെക്ചറൊക്കെ ഉണ്ടാകും. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു 1 hourൻ്റെ അടുത്ത് ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പം ടെക്നോളജി അല്ലേ, അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിൽ നിന്നാണ് നമ്മൾ വലിയ വലിയ ഡ്രീംസ് എല്ലാം കാണേണ്ടതും അച്ചീവ് ചെയ്യേണ്ടതും. അപ്പം ടെക്നോളജി എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ, ഒരു ഹാർഡ്വെയറോ പാർട്ട്, അതൊരു കൈൻഡ് ഓഫ് ഒരു ഇൻ്റലിജൻസോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പാർട്ടിലുള്ള സംഭവമാണ് ടെക്ക്. ഇത്ര കോംപ്ലക്സ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും എല്ലാം ടെക്കാണ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്തെന്തായില്ലേ?
സ്മാർട്ട് ഫോണിൻ്റെ എല്ലാം അകത്ത് എന്തായില്ലേ? അതില് ഞാൻ സുന്ദരൻ തന്നെടാ. ചിപ്സെറ്റ് മദർ ബോർഡ് ആ ചിപ്പ് സെറ്റും ഉണ്ട്, മദർ ബോർഡും ഉണ്ട്. എന്താണ് ഈ മദർ ബോർഡിൻ്റെ അകത്തില്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എസ്പെഷ്യലി ബോയ്സിൻ്റെ ഒരു സുക്കേട് എന്ന് പറയുന്നില്ലേ, നമ്മൾ എന്ത് സാധനം കണ്ടാലും പൊളിച്ചതിൻ്റെ അകത്ത് എന്തെങ്കിലും നോക്കും അല്ലേ? സത്യമല്ലേ? അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ ഈ മദർ ബോർഡിൻ്റെ അകത്ത് ഓരോ ചിപ്സ് ഉണ്ടാവും അല്ലേ? നമ്മുടെ ലാപ്ടോപ്പ് സ്മാർട്ട് ഫോണിൻ്റെ അകത്തുണ്ടാകുന്ന ചിപ്സിനെ നമ്മൾ പറഞ്ഞ പേരാണ് മൈക്രോ പ്രോസസ്സേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മൈക്രോ കൺട്രോളേഴ്സ്? അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഇതൊക്കെ ഈ മൈക്രോ കൺട്രോളർ എന്ന സാധനം എന്ന് പറയുന്നത് ഒരു നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റോബോട്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്താ പറയല്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എന്ത് പ്രൊജക്റ്റിൻ്റെയോ ബ്രെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ കിറ്റിൻ്റെ അകത്തൊരു മൈക്രോ കൺട്രോളർ ഉണ്ട്. അതിൻ്റെ പേരെന്താ അറിയുന്നവരുണ്ടോ? ആർഡിനോ. അപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, കാണുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പം യെസ്, അപ്പം നമുക്ക് ആർഡിനോയെ പറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആർഡിനോ ഇതാണ് നമ്മുടെ കിറ്റിൻ്റെ അകത്തുള്ള ബോർഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ കിറ്റിൻ്റെ അകത്തുള്ള ബോർഡ്. കിറ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ഷാസിലിന് അറിയാലോ ഓൾറെഡി. യെസ്, അപ്പം എനിക്കൊന്നില്ലേ, ഒരൊറ്റ സെക്കൻഡ്. ഓക്കെ, ഇതാണ് നമ്മളെ കിറ്റിനകത്തുള്ള ആർഡിനോ ബോർഡ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മൈക്രോ കൺട്രോളർ. ഓക്കെ, ഇതാണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന മൈക്രോ കൺട്രോളറാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയല്, റോബോട്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെയോ ബ്രെയിനായിട്ട് വരുന്ന ബോർഡാണ് ഇത്. ആർഡിനോ ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അത്ര ഡീപ്പായിട്ട് എന്താ പോകണ്ട. നമ്മൾ എന്ത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ബ്രെയിനിൻ്റെ ആവശ്യമുണ്ട്. അതല്ലേ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ? ഒരു ബ്രെയിനിൻ്റെ ആവശ്യം ഉണ്ടാവും അല്ലേ? യെസ്, ആ ബ്രെയിനായിട്ട് ഉപയോഗിക്കുന്ന ബോർഡിൻ്റെ പേരാണ് ആർഡിനോ ബോർഡ്. കുറേ ടൈപ്സ് അങ്ങനത്തെ ബോർഡ് ഉണ്ട്. ഈ ആർഡിനോ മാത്രമല്ല വേറെയും ഒരുപാട് ബോർഡ്സ് ഉണ്ട്. റാസ്ബെറി പൈ, ESP32, ജെറ്റ്സൺ നാനോ, അതെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവൽ എന്താ പറയല് ബോർഡ്സാണ്. ഇപ്പം ESP32 ഇത് വേറൊരു ബോർഡാണ്, കണ്ടില്ലേ? അതേപോലെ തന്നെ റാസ്ബെറി പൈ കണ്ടില്ലേ? ഇത് അതിനെക്കാട്ടിയും വലിയൊരു ബോർഡാണ്. ഓക്കെ, അതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ ബോർഡ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ആ ബോർഡ്, കണ്ടില്ലേ? കാണുന്നുണ്ടോ? ഇതാണ് റാസ്ബെറി പൈ ബോർഡ് എന്ന് പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടറാണ്, ബേസിക്കലി ചെറിയൊരു കമ്പ്യൂട്ടറാണ്, കണ്ടില്ലേ? യെസ്. അപ്പൊ ഇതിന്റെ പേരെന്താ? റാസ്ബെറി പൈ. എന്താ? റാസ്ബെറി പൈ. യെസ്. അപ്പം കുറച്ചും കൂടി വലിയ ഇത് നമുക്കിപ്പോൾ AI ഒക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡാണ് ഇത്. ഓക്കെ, അപ്പം കുറച്ചും കൂടി പവർഫുള്ളാണ്, കുറച്ചും കൂടി അല്ല കേട്ടോ, അത്യാവശ്യത്തിലേറെ പവർഫുൾ ആയിട്ടുള്ള ബോർഡുകളിൽ ഒന്നാണ് റാസ്ബെറി പൈ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ആർഡിനോ ബോർഡാണ്. ഓക്കെ, ഇതിൻ്റെ വില നോക്കറോ? ഈ
റാസ്ബെറി പൈൻ്റെ വില നോക്കറോ 5000, 14,000, 3,000 കണ്ട ആ ലെവലാണ് റാസ്ബെറി പൈയുടെ വില. ഈ ആടിന് യൂനോ, ശരിക്കും പേര് ആടിന് യൂനോ എന്നാണ്, അതിൻ്റെ വില നോക്കിക്കോ കേട്ടോ 350 അത്രയേ ഉള്ളൂ, ചെറിയ വിലയാണ്. അപ്പം അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന റാസ്ബെറി പൈ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ ഞാൻ നേരത്തെ കാണിച്ചു തന്ന നേരത്തെ ഫോട്ടോയിൽ കാണിച്ചു തന്ന ആർഡിനോ ബോർഡ് കുറച്ച് സ്ലോ ആയി, കുറച്ച് അത്യാവശ്യം സ്ലോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും അതേപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലിയുമായിട്ടുള്ള ഒരു ബോർഡാണ് എന്ത്, ആർഡിനോ ബോർഡ്. അതുകൊണ്ടാണ് ഞാൻ ആ ബോർഡ് നിങ്ങൾക്ക് തന്നത്. അതിൻ്റെ പേര്, ശരിക്കുള്ള പേര് ആർഡിനോ യൂനോ. ഓക്കെ ഓക്കെ, കിറ്റില്ലവർ ജസ്റ്റ് ഒന്ന് ആ കവറിന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. സുപ്രീത്തിന് സാധനം എത്തിയാ, കിറ്റ് എത്തിയാ? എത്തിയിട്ടല്ലോ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അതാണ് ആർഡിനോ ബോർഡും റാസ്ബെറി പൈ ബോർഡും. മനസ്സിലായോ? അതാണ് ബേസിക്കലി മൈക്രോ കൺട്രോളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലല്ലേ ക്ലാസ്സിൻ്റെ എല്ലാം പകുതി എത്തണം. ഓക്കെ ഓക്കെ, യെസ്, അതാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറൊന്നുമല്ല, നമ്മുടെ പ്രൊജക്റ്റിനും ബാക്കിയുള്ള റോബോട്ടിക്സ് പ്രൊജക്റ്റിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രെയിനിൻ്റെ പേരാണ് ആർഡിനോ. അതിനെയാണ്, അല്ലെങ്കിൽ പറയുന്ന പേരാണ് മൈക്രോ കൺട്രോളർ. മൈക്രോ കൺട്രോളറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോർഡാണ് ആർഡിനോ ബോർഡ്. നിങ്ങളെ പോലുള്ള ബിഗിനേഴ്സൊക്കെ ചൂസ് ചെയ്യുന്ന ബോർഡാണ് എന്തുമില്ലേക്ക് ആർഡിനോ. ജിഷ്ണുപ്രസാദ് എന്തിരാ? ആർഡിനോ. മനസ്സിലായോ? യെസ്. അപ്പം ഞാൻ ചെയ്ത ഒരു ഒട്ടുമിക്ക എല്ലാ റോബോട്ടിക്സിലും ഞാൻ ഉപയോഗിച്ച ബോർഡാണ് ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത്. ഇക്കൊല്ലവും പിന്നെ ലാസ്റ്റ് ഇയർ മാത്രം ഞാൻ ജെറ്റ്സൺ നാനോ എന്ന് പറയുന്ന കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ബോർഡിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കോസ്റ്റും ഡബിളാണ്, 18,000 റുപ്പീസിൻ്റെ അടുത്ത് അതിന് വിലയുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ വലിയ AI മോഡലൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജെറ്റ്സൺ നാനോൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെറ്റ്സൺ നാനോ കാണിച്ചു തരാം. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് ജെറ്റ്സൺ നാനോ. ഓക്കെ, ഇത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു AI കമ്പ്യൂട്ടറാണ്, നമ്മുടെ റാസ്ബെറി പൈ പോലെ തന്നെ. മനസ്സിലായോ? ഓക്കെ ഓക്കെ, അതാണ് നമ്മുടെ മൈക്രോ കൺട്രോളർ. അതായത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ബ്രെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് മൈക്രോ കൺട്രോളേഴ്സ് അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സേഴ്സ്. മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നെക്സ്റ്റ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയും. കേട്ടോ, ഇപ്പോഴേ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതാണ് ബേസിക്കലി മൈക്രോ കൺട്രോളർ. ഇതിനെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതെല്ലാം കോഡിങ് ചെയ്തെങ്കിലല്ലേ വർക്കാവോ? അതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഒരു ബ്രെയിനാണ്, ഒരു തലച്ചോറാണ് അല്ലേ. അപ്പം ഈ തലച്ചോറിലേക്ക് നമ്മൾ ബുദ്ധി കൊടുക്കണം. അപ്പം നമ്മൾ ഈ മെഷീൻസിന് ബുദ്ധി കൊടുക്കുന്ന രീതിയാണ് കോഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനോട് ഇപ്പോൾ ഈ റാസ്ബെറി പൈനോട് ഞാൻ പറയാന്ന്, ഇവിടെ 2 മോട്ടർ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു മോട്ടർ 1 സെക്കൻഡ് നേരത്തേക്ക് കറങ്ങണം, മറ്റേ മോട്ടർ 2 സെക്കൻഡ് നേരത്തേക്ക് കറങ്ങണം എന്ന്. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കോഡിങ് ഉപയോഗിച്ച് ഫീഡാക്കും. മനസ്സിലായോ? ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് കോഡിങ് ഉപയോഗിച്ച് തന്നെയാണ്. ഓക്കെ, യെസ്. ആർഡിനോ ബോർഡിൽ നമ്മൾ കോഡിങ് ഉപയോഗിക്കും. ആ കോഡിങ്ങിന് ഉപയോഗിക്കേണ്ട ആപ്പാണ് ആർഡിനോ ID എന്ന് പറയുന്നത്. ഇതിനെ പറ്റി ഞാൻ പറയാം. ഓക്കെ, ഇതാണ് ആർഡിനോ ID. ഓക്കെ,
ഓ കാണുന്നില്ല അല്ലേ, സോറി. ഇതാണ് ആർഡിനോ ഐഡി. ഓക്കെ, കാണുന്നുണ്ടോ? ഇല്ലേ, ഉണ്ട്. ദിസ് ഈസ് ആർഡിനോ ഐഡി. അപ്പോൾ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഇത് ചെയ്യാം. ഇൻസ്റ്റാൾ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതാണ് ബേസിക്കലി റോബോട്ടിൻ്റെ തലച്ചോറും റോബോട്ടിൻ്റെ ബ്രെയിനും, അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ എന്താ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സേഴ്സ് എന്താണെന്നെല്ലാം പറഞ്ഞാൽ അതാണ് സംഭവം. ഇത് ആര് ചോദിച്ചാൽ എന്താണെന്ന് ഉത്തരം പറയാനില്ലേ? സോഴ്സ് ആയില്ലേ? യെസ്. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ഓക്കെ അടുത്തത് ഇലക്ട്രോണിക്സ്. എന്താണ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ, ഫിസിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഈസ് നോൺ ആസ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഏതെങ്കിലും വസ്തുവിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇലക്ട്രോണിക്സ് എന്ന് പറയും. നമുക്ക് ഫിസിക്സ് അത്ര തിയറിറ്റിക്കലായിട്ടൊന്നും വേണ്ട. ഇങ്ങനത്തെ സർക്യൂട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക്സ് ബോർഡാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉണ്ടല്ലോ, ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. ഏതൊക്കെയാ? നമ്മുടെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, AC, TV എല്ലാം, ഇൻവെർട്ടർ എല്ലാം ഇലക്ട്രോണിക്സ് ഡിവൈസാണ്. അതിനകത്ത് കുറേ കമ്പോണൻസ് ഉണ്ടാവും. ഞാൻ കുറച്ച് കമ്പോണൻസിനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആസ് എ റോബോട്ടിക് സ്റ്റുഡൻസ് കുറച്ച് ഇലക്ട്രോണിക്സ് കമ്പോണൻസിൻ്റെ പേരിൽ അറിയുന്നത് നല്ലതാണ്. നല്ലതെന്നല്ല, അത്യാവശ്യമാണ്. ഓക്കെ, I have an idea. ഒറ്റ സെക്കൻഡ്, എനിക്ക് ഐഡിയ ഉണ്ട്. എന്നെ കാണുന്നില്ലേ ചെറുതായിട്ട്? എന്നെ കാണുന്നുണ്ടല്ലോ? ഓക്കെ അപ്പം കമ്പോണൻസ് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് എന്താ കമ്പോണൻസ് പറഞ്ഞാൽ, ആ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ, ഈ കാണുന്ന ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ അകത്ത് ഉണ്ടാവുന്ന ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് ഞാൻ ഉദ്ദേശിച്ച കമ്പോണൻസ് എന്ന് പറഞ്ഞത്. നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മദർ ബോർഡെല്ലാം ഊരിയിട്ട് നോക്കിയാൽ കാണാം, അതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ സാധനം ഉണ്ട് ഇങ്ങനെ കണിച്ചിട്ട്, അല്ലേ? ഇങ്ങനെ അറ്റാച്ച് ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടാവും, അല്ലേ? അതാണ് ബേസിക്കലി ഈ ഇലക്ട്രോണിക്സ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊക്കെ അല്ലേ? നിങ്ങൾ അത്യാവശ്യം നല്ല റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ പോയി ശരിയായില്ലേ? ഓക്കെ, അപ്പം ഇതിൽ കാണുന്ന ശ്രദ്ധിച്ചോ, ഇതിൽ കാണുന്ന ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഈയിടെ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പഴയ TV-കളിലൊക്കെ ഉണ്ടാവും. ഇത് വാങ്ങിക്കാൻ കിട്ടുന്നില്ല, 1K റെസിസ്റ്റർ. ഇത് വാങ്ങിക്കാൻ റെസിസ്റ്റർ എന്ന് വെച്ചാൽ വേറൊന്നും അല്ല, 10ാം ക്ലാസ്സവർക്കെല്ലാം അറിയായിരിക്കും. +1കാർക്ക് അങ്ങനെ പഠിക്കാനുണ്ട്, പക്ഷെ പഠിക്കാനുണ്ട്, നല്ല രീതിയിൽ പഠിക്കാനുള്ള +2ലാണ്. റെസിസ്റ്റർ എന്ന് വെച്ചാൽ കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന സംഭവത്തിൻ്റെ പേരാണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊന്നാണ് കപ്പാസിറ്റേഴ്സ്. ഇതിനെക്കാട്ട് നല്ലൊരു വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, നമുക്കൊരു PDF ഇട്ടിട്ടുണ്ട്. ഓക്കെ, റെസിസ്റ്റേഴ്സ് എന്താ നല്ല ഫോട്ടോ ഇല്ലേ? നോക്കാം. വിക്കിപീഡിയ, ബോണസ് ലിസ്റ്റ്. ഇവിടേക്കാണല്ലേ നമ്മൾ നേരത്തെ വന്ന് നിങ്ങളാട്ടെ. അപ്പം അടുത്തതാണ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സ് തന്നെ കേട്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ?
നമ്മുടെ ഫാനിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ട്യൂബിനെ പോലത്തെ സാധനമാണ് കപ്പാസിറ്റേഴ്സ്. അതായത് വോൾട്ടേജിനെ കുറക്കാനും വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, റെസിസ്റ്റർ പഠിച്ചു, കപ്പാസിറ്റേഴ്സ് നോക്കി. അടുത്തതാണ് ഇൻഡക്ടേഴ്സ് എന്ന സാധനം. ഇൻഡക്ടേഴ്സും ഒരു ടൈപ്പ് ഇലക്ട്രോണിക്സ് കമ്പൗണ്ടാണ്. അതായത് മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യുന്ന സംഭവമാണ്. എനർജീനെ മാഗ്നറ്റിക് രീതിയിൽ സ്റ്റോർ ചെയ്യുന്ന സംഭവമാണ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊന്നാണ് ഡയോഡ്. പിന്നെ ഉള്ളതാണ് ക്രിസ്റ്റൽസ് ആണ്. ക്രിസ്റ്റൽസ് എവിടെ ഉപയോഗിക്കുന്നത് അറിയോ? നമ്മുടെ ഈ 200 100 മേടിക്കുന്ന ഈ വാച്ചസ് എല്ലാം ഉണ്ടാകുന്നില്ലേ, ആ വാച്ചസ് നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് ഒരു സിൽവർ കളറിലുള്ള സാധനം കാണും. കണ്ടിട്ടുണ്ട് ആരെങ്കിലും? ഉണ്ടോ? ഹലോ, ഇല്ല. ആ ഇല്ല. കണ്ടിട്ടുണ്ടല്ലേ? ആരോ ഒരാൾ കണ്ടിട്ടുണ്ടല്ലോ. മിലേഖാണോ? ആ നോക്കട്ടെ. ഇതാ ഇത് കണ്ട, ഇതാ ഈ സാധനം കണ്ടോ? ഗഡീനെ പോലെ ഉണ്ടല്ലേ? യെസ്, ഇതാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ വേറൊന്നും സാധനമല്ല, നമ്മുടെ ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടൈമിങ് അല്ലേ, ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. പിന്നെ ആരെങ്കിലും ഈ സമയം ശരിക്കും എങ്ങനെ വർക്കാവുന്നത്, ക്ലോക്കിനെ സൂചി എങ്ങനെ ഒരു സെക്കൻഡ് നേരത്തെ എങ്ങനെ അനങ്ങനെ ചോദിച്ചെങ്കിൽ നിങ്ങൾ പറയണം അതിൻ്റെ അകത്തൊരു ക്വാർട്സ് ക്രിസ്റ്റൽ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ക്ലോക്കൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ. അതാണ് ക്രിസ്റ്റൽ. ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസസിൻ്റെ അകത്തും ഉണ്ട് ഇപ്പോൾ. ഓക്കെ, പിന്നെയാണ് റിലേ എന്ന് പറയുന്ന സാധനം. നമ്മുടെ ഈ സ്റ്റെപ്പ് അപ്പിൻ്റെ അകത്തെല്ലാം നമ്മൾ ഈ പഴയ ടി വിൻ്റെ എല്ലാം മുകളിൽ ചെറിയൊരു ബോക്സ് ഉണ്ടായില്ലേ ചുവന്ന കളറിൽ, സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നതിനാ, അറിയോ? ചുവന്ന കളറ്, ചുവന്ന കളറിനാണെന്ന് നിർബന്ധമില്ല, കുറേ കളറിലുണ്ടാവും. അപ്പോ റിലേ മൊഡ്യൂള് റിലേ മൊഡ്യൂള് അത് രണ്ടും തന്നെ. എന്ത് ഷാസിലെ എങ്ങനെ? സ്റ്റെബിലൈസേഴ്സ് എന്നും പറയും നമ്മുടെ നാട്ടിലെല്ലാം. സ്റ്റെപ്പ് അപ്പ് എന്നാണ് പറയുന്നത്. സ്റ്റെബിലൈസേഴ്സ് അറിയില്ലേക്കും? അറിയത്തില്ലേ? സ്റ്റെബിലൈസേഴ്സ് അറിയത്തില്ലേ? ആരും ടെൻഷൻ അടിക്കണം, ഞാൻ കാണിക്കാം. സ്റ്റെബിലൈസേഴ്സ് ഈ സാധനം ആർക്കും അറിയില്ലേ? ഇതെന്തിയേ ഇത് സാധനം കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനത്തെ സാധനം ആരും കണ്ടിട്ടേ? ഫ്രിഡ്ജിനെല്ലാം ഉള്ളതല്ലേ? ഇത് കുറച്ച് പഴയ ഇതിലേക്കും കൊടുത്തന്നെ ഒരു സമയം ടിക് 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 സൗണ്ട് കേൾക്കും. ടിക്ക് ടിക് ടിക് സൗണ്ട് കേൾക്കും അല്ലേ? വോൾട്ടേജ് മാറുമ്പോൾ അതിനെ കൺട്രോൾ ആകുന്ന സാധനമാണ്, അതിൻ്റെ അകത്തുണ്ടാകുന്ന സാധനമാണ് റിലേ എന്ന് പറയുന്നത്. റിലേ സ്വിച്ചിനാണ് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്വിച്ചിങ് സാധനമാണ് റിലേ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പൊ ഇനി ചോദിച്ചാൽ പറയണം ഈ ഫ്രിഡ്ജിനകത്ത് എന്ത് സൗണ്ട് നിങ്ങൾ പറയണം. അപ്പൊ എല്ലാവരും നിങ്ങൾ പറയണം എന്ത്, അതിൻ്റെ അകത്ത് റിലേ എന്ന് പറയുന്നൊരു കമ്പോണന്റ് ഉണ്ട്, ആ കമ്പോണന്റിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്, അത് ബേസിക്കലി ഒരു സ്വിച്ച് ആണെന്ന് പറയണം. റിലേന്റെ ശരിക്കും ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് റിലേ കേട്ടോ, ഇതാണ് റിലേ. ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിലേ മൊഡ്യൂള്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു നോക്കിക്കൊണ്ടത്? അതാണ് റിലേ. പിന്നെ ഉള്ളത് ട്രാൻസിസ്റ്റർ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണ്, ലാപ്ടോപ്പിൽ ഇത്ര അഡ്വാൻസ് ആകുന്നത് എന്തിൻ്റെ ഇൻവെൻഷൻ കൊണ്ടെന്ന് അറിയോ? ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഇൻവെൻഷൻ കൊണ്ടാണ്
ഇത്രയും അഡ്വാൻസ് ആയിട്ട് മാറിയത്. ഓക്കെ, ഇതാണ് ബേസിക്കലി ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഇതാണ് ബേസിക്കലി 3 കാലിലെ സംഭവം ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ? അപ്പം നമ്മുടെ ഫോണിൻ്റെ അകത്ത് ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് കണക്കിന് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും. നമ്മുടെ ലാപ്ടോപ്സിൻ്റെ അകത്തും ട്രില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ട്രില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കമ്പൈൻ ആയിട്ടുള്ള വർക്ക് കൊണ്ടാണ് നമ്മുടെ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ നടക്കുന്നത്. മനസ്സിലായോ? ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു സ്വിച്ചാണ്. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ കൊണ്ട് ഓണാക്കാനും ഓഫാക്കാനും പറ്റുന്ന സ്വിച്ചസിനെയാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ജസ്റ്റ് കേട്ട് വിട്ടാൽ മതി കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇനി എപ്പെങ്കിലും ആ ട്രാൻസിസ്റ്ററിൽ എഗ്ഗറ്റ് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. ട്രാൻസിസ്റ്റർ അന്ന് പറഞ്ഞിന്, റെസിസ്റ്റർ അന്ന് പറഞ്ഞു എന്നുള്ളൊരു ഓർമ്മ വരും. ഇലക്ട്രോണിക്സ് അറിഞ്ഞാലേ റോബോട്ടിക്സ് അറിയാൻ പറ്റൂ. റോബോട്ടിക്സ് അറിഞ്ഞാലേ കോഡിങ് ചെയ്യാൻ പറ്റൂ. ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും മെക്കാനിക്കലായിട്ടുള്ള രീതിയിലത്തെ കോമ്പിനേഷനാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. ഈ വെബ് ഡെവലപ്മെൻറ്റ് ഒന്നും അങ്ങനെയല്ല. വെബ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതാണ് വെബ് ഡെവലപ്മെൻറ്റ് അല്ലേ? പക്ഷെ ആ വെബ് ഡെവലപ്മെൻറ്റിൽ ആകെ പഠിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്, ഹാർഡ്വെയറിൻ്റെ ഒരു ബന്ധേ ഇല്ല. ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിൻ്റെ പണി എന്താ? സർക്യൂട്ട്സിനെ ഡിസൈൻ ചെയ്യുക, അതിന് അസംബിൾ ചെയ്യുക. വേറെ സോഫ്റ്റ്വെയർ ആയിട്ടൊരു ബന്ധേ ഇല്ല. അതിൽ 2 കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് റോബോട്ടിക്സ്. അല്ലെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് മെക്കട്രോണിക്സ് എന്ന് പറയാം. എന്താ മെക്കട്രോണിക്സ്? മെക്കാനിക്കലും ഇലക്ട്രോണിക്സ് വർക്കും സോഫ്റ്റ്വെയർ വർക്ക്സിൽ ഒന്നിച്ചേർന്ന മേഖലയെ പറയുന്ന പേരാണ് മെക്കട്രോണിക്സ്. മെക്കട്രോണിക്സിലെ ഒരു ബ്രാഞ്ചാണ് റോബോട്ടിക്സ്. മനസ്സിലായോ? അപ്പം പറഞ്ഞ കുറച്ച് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ബാച്ച് അങ്ങനെ തന്നെ ഉണ്ടായത്. അപ്പം എന്താ പറയല്, മൈക്രോ കൺട്രോളേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ കാര്യം പറഞ്ഞു, റെസിസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞു, കപ്പാസിറ്ററിനെ പറ്റി പറഞ്ഞു, ഇൻഡക്റ്റേഴ്സിനെ പറ്റി പറഞ്ഞു, ഡയോഡ് പറഞ്ഞു, ഓസിലേറ്റ് ക്രിസ്റ്റൽസ്, അതിൻ്റെ പേര് ക്വാർട്സ് ക്രിസ്റ്റലിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ ട്രാൻസിസ്റ്ററുകളെ പറ്റിയും പറഞ്ഞു. ഓക്കെ സൈന അവനാരായിരുന്നു? നമ്മുടെ സൂര്യതേജസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇലക്ട്രോണിക്സ് ഇത്രയാണ്. ശരിക്കും ഇലക്ട്രോണിക്സ് ഇത്ര അല്ല, ഇതിൻ്റെ 0.00001% മാത്രമാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പം ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വർക്കാവുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ച മൈക്രോ കൺട്രോളേഴ്സ് എല്ലാം വർക്കാവുന്നത് ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. എങ്ങനെ റിലേ അല്ലേ? ഓക്കെ, റിലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ എന്താ, റിലേ സ്വിച്ചാണ്. അതായത് അതാണ് മോസ്ഫെറ്റ് കേട്ടോ. ഷാസിൽ അത് മോസ്ഫെറ്റ് ആണ് കേട്ടോ. അതിൻ്റെ പേര് എന്ത് ചെയ്യുന്ന വായിച്ചേ? പേര് വായിക്കറോ? അതിൻ്റെ പേര് എന്താ? പേര് ഒരു ടോർച്ചിൽ പിടിച്ചിട്ട് നോക്ക്, കാണുന്നത്. ഓക്കെ, എന്നിട്ട് നോക്കിയിട്ട് പറ. അപ്പം റിലേ എങ്ങനെ അത് പേര് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുമോ? ട്രാൻസിസ്റ്റർ ഇങ്ങനെ മനസ്സിലാണോ നീ? ഓക്കെ, അപ്പം ട്രാൻസിസ്റ്റർ ആയിരിക്കും. ഓക്കെ, മോസ്ഫെറ്റ് ആയിക്കാണ് കൂടുതൽ ചാൻസ്, അതുകൊണ്ടാവാം.
പറഞ്ഞു. ഓക്കെ, അപ്പം റിലേ എങ്ങനെ വർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതാ റിലേൻ്റെ അകത്തിലെ സംഭവം ഇതാണ്. ഓക്കെ, ഇതാണ് റിലേൻ്റെ അകത്തിലെ സംഭവം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റിലേ എന്തിനാണെന്ന് വെച്ചാൽ റിലേ ഉപയോഗിക്കുന്നത് ചെറിയ സിഗ്നൽ ഉപയോഗിച്ചിട്ട് വലിയ അപ്ലയൻസസിനെ കൺട്രോൾ ആക്കണം. അതായത് നമ്മൾ റിമോട്ടും കൊണ്ട് ഞെക്കുമ്പോൾ ഫാൻ ഓൺ ആവുന്നില്ലേ, ഇല്ലേ, അത് റിലേ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ വേറൊരു കമ്പോണൻ്റാണ് ഉപയോഗിക്കുന്നത്, കുറച്ച് പഴയ കാലത്ത് റിലേ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ചെറിയ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊണ്ട് വലിയ അപ്ലയൻസസിനെ കൺട്രോൾ ആക്കാൻ പറ്റണം. ബേസിക്കലി ചെറിയ സിഗ്നൽ വരുമ്പോൾ ഈ രണ്ട് പോയിന്റ് തമ്മിൽ കോണ്ടാക്ട് വരണം, എന്നാലും കറണ്ട് ഫ്ലോ ചെയ്യൂ. ചെറിയ സിഗ്നൽ വരും, ഇത് തമ്മിൽ കോണ്ടാക്ട് ചെയ്യും. എന്താ ചെറിയ സിഗ്നൽ വരും, ഇത് തമ്മിൽ കോണ്ടാക്ട് ചെയ്യും, അങ്ങനെയാണ് വരുന്നത്. അതായത് ഇത് രണ്ടൊരു ഒരു ഇരുമ്പിൻ്റെ കഷ്ണാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വട്ടത്തിൽ എന്ത് വരണം? ആരാ സൗണ്ട്? ഷാസിലെ? ആ, ഓക്കെ. അപ്പം ഇത് തമ്മിൽ അട്രാക്ട് ചെയ്തിട്ട് ടച്ച് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റും എന്തിൻ്റെ വലയം വരണം? ആലോചിച്ച് നോക്കറല്ലോ എല്ലാവരും. മാഗ്നറ്റിക് ഫീൽഡ് വരണം. മനസ്സിലായോ? മാഗ്നറ്റിക് ഫീൽഡ് വരണം. അത് മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് നോക്കുക. ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്? കോയിലല്ലേ? അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുന്നത്? കോയിലിലേക്ക് ഒരു ചുറ്റിക്കിടക്കുന്ന കോയിലിൻ്റെ നടുക്കിലേക്ക് കറണ്ട് കൊടുത്താൽ അത് മാഗ്നറ്റിക് ഫീൽഡായിട്ട് ജനറേറ്റ് ആകും. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് പറയുന്നത്. അത് മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കും. ആ മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ആ രണ്ട് കോയിൽ തമ്മിൽ കണക്ഷൻ വരുന്നതാ. ഇവിടെ കാണുന്ന കോയിൽസ് ഉണ്ടാവും, ഇവിടെ കാണുന്ന കോയിലുണ്ടാവും. ആ കോയിൽ തമ്മിൽ കണക്റ്റ് ആവും. എന്താ ഈ ഒരു ഇതാ ഈ രണ്ട് കോയിലില്ലേ, 1, 2, ഇത് തമ്മിൽ കണക്റ്റ് ആവും, ടച്ച് ആവും. എന്തുകൊണ്ട്? ഈ കാണുന്ന കോയിൽ തരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് ഇത് തമ്മിൽ ടച്ച് ആവും. അപ്പോൾ ഈ ചെറിയ സിഗ്നൽ ഉപയോഗിച്ചിട്ട് വലിയ അപ്ലയൻസസ് ഈ രണ്ട് ലീഡ്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന വലിയ അപ്ലയൻസസ് വർക്കാക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇത് പകുതി ആൾക്കാർക്ക് മനസ്സിലാവില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇത് കുറച്ചും കൂടെ ഡെപ്തായിട്ട് ഇലക്ട്രോണിക്സ് ആണ്. പിന്നെ ഇതാരും ചോദിച്ചത് സുപ്രീത്താണോ? അല്ലേ? ആ, അലൻ ചോദിച്ചത്. ഓക്കെ, മനസ്സിലായാലോ? പിന്നെ ശ്രീകാന്ത്, ഈ ലാപ്പിലാ നമുക്ക് മൊബൈലിൽ തന്നെ OTT വെച്ചിട്ട് കോഡിങ് ചെയ്യാലോ? പറ്റൂടാ. പക്ഷേ ആ ഒരു ആപ്പ് നമുക്കൊരു ആർഡിനോൻ്റെ ആപ്പ് ഉണ്ട്, അത് എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യാത്തത്. ഞാൻ നോക്കി വയ്ക്കും. 3G തന്നെ വേണം നിർബന്ധമില്ല, കുറച്ച് പഴയ ഫോണായാൽ മതി. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെയാണ് ചെയ്തത്. OTG കേബിളെല്ലാം വെച്ചിട്ടാണ് ചെയ്തത് ഫസ്റ്റ് ടൈം. ആർഡിനോ പോയിട്ട് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഓർഡർ ആക്കി, എന്നിട്ട് OTG കേബിൾ മേടിച്ചു, എന്നിട്ട് ഫസ്റ്റ് LED ബ്ലിങ്ക് ചെയ്യുന്ന സർക്യൂട്ട് ആക്കി. ഒരു സെക്കൻഡ് ലാപ്പിന് എത്ര ഉണ്ടോ ശ്രീകാന്താ? ഒരു 10-30 കിട്ടൂടാ. ഇവനെ മറ്റേ അഖിലെ, നീ എത്രയാടാ മേടിച്ചേ? അഖിലെ ഓൻ വെറുതെ ക്ലാസ്സിൽ ഇറങ്ങിയിട്ട് വെറുതെ നിൽക്കുന്ന അഖിലേ. ആ, എവിടെ പോയിട്ടുണ്ടേ? എത്രയാ? 10 മേടിച്ചത്. ആ, കേട്ടോ സുപ്രീത്തെ, അതിൻ്റെ ഉള്ളെല്ലാം കേട്ടത്. അപ്പൊ നീ കേൾക്കുന്നുണ്ട്. അപ്പൊ നീ അഖിലിന്റെ ദിവസം കേൾക്കുന്നുണ്ടോ? ആ, കേട്ട് അതിലൂടെല്ലാം കിട്ടും സുപ്രീത്തെ, കേട്ടോ? അപ്പൊ നീ ഒന്ന് അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആക്ക്. ഓക്കെ, എന്നിട്ട് കിട്ടുന്നില്ല എന്നോട് പറ, നമുക്ക് ഒപ്പിക്കാം കേട്ടോ എവിടുന്നെങ്കിലും. ഓക്കെ, അപ്പം ഓക്കെ 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 8 മിനിറ്റ്.
അപ്പം ഇലക്ട്രോണിക്സ് മനസ്സിലായി, റോബോട്ടിക്സ് മീൻ മൈക്രോ കൺട്രോളേഴ്സും ഇലക്ട്രോണിക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. യെസ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ്വെയറിൻ്റെ ഞാൻ അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. സോഫ്റ്റ്വെയറിൻ്റെയും അതിനെക്കാട്ടും റിലേ മറക്കെ മനസ്സിലായില്ല, കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെ കോമ്പിനേഷനാണ് എന്താ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രെയിൻ, ആ ബ്രെയിനിലേക്ക് ഒരുപാട് സാധനം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ചിന്തിക്കുക, എല്ലാവരും ചിന്തിക്കുക. ഒരു ബ്രെയിൻ ഉണ്ടാവും, ആ ബ്രെയിനിന് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ മോട്ടേഴ്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറേ സെൻസേഴ്സ് ആയിരിക്കാം. അതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് നമ്മൾ കോഡ് ചെയ്തിട്ട് ബുദ്ധി കൊടുത്തു, ഇൻ്റലിജൻസ് കൊടുത്തു. എന്നിട്ട് ആ കോഡിങ് ഇൻ്റലിജൻസ് കൊണ്ട് ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു റോബോട്ട് വർക്ക് ചെയ്താൽ, അത് കൊണ്ട് മൂവ് ചെയ്യിച്ചാൽ, ദാറ്റ് ഈസ് നോൺ ആസ് റോബോട്ടിക്സ്. ഇതിനെക്കാട്ടിയും സിമ്പിളായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ കുറച്ച് റോബോട്ട്സിനെ കാണിച്ചു തരണോ? ഒറ്റ സെക്കൻഡ്. ഇത് കാണുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ? ഒറ്റ സെക്കൻഡ്. കാണുന്നുണ്ടോ? ഓക്കെ. ഇതൊക്കെയാണ് എൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള റോബോട്ട്. നിങ്ങളുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ റോബോട്ടാണ് കേട്ടോ ഇത്. ഓക്കെ. ഫുൾ സ്ക്രീൻ ആക്കണോ ശ്രീനേട്ടാ? ഇതിനെ ഫുൾ സ്ക്രീൻ ആക്കാൻ കഴിയടാ. ഞാൻ നിങ്ങൾക്ക് ആക്കിത്തരാം, ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ആക്കിത്തരാം. എത്രത്തോളം കാണുമെന്ന് എനിക്കറിയത്തില്ല, അതെല്ലാം നോക്കാം. സെക്കൻഡ്. ഇപ്പം ശരിയാക്കി തരാം. ശരിയാക്കി തരാം അത്. ഓക്കെ. പറയടാ. ഒറ്റ സെക്കൻഡ്, നിങ്ങൾക്ക് കുറച്ച് സൂം ആക്കി പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഹ്യൂമനോയിഡ് റോബോട്ടാണ്. അപ്പം ഇതുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇതിന് സ്വന്തമായിട്ട് 2 കൈയുണ്ട്. അതായത് നമുക്ക് വേണ്ട റിയൽ ടൈമായിട്ടുള്ള അസിസ്റ്റൻസ് തരുന്ന റോബോട്ടാണ് ബീക്വയർ എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു ശാസ്ത്രമേളൊക്കെ ഉണ്ടാക്കിയ റോബോട്ടാണിത്. ഇതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. കാണുന്നുണ്ടോ? ഇത് മനുഷ്യന്മാരെ AI ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന റോബോട്ടാണ്. ഓക്കെ. പിന്നെ അണ്ടർഗാർഡ് എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിലേക്ക് എത്തിയ ഒരു മനുഷ്യനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കണ്ടുപിടിക്കുന്ന റോബോട്ടാണ്. ഓക്കെ. പിന്നെ ഇവിടെ കാലിക്കടവ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഒരു 10 ആൾക്കാർ കൂടിയിട്ടുണ്ടാക്കിയ വേറൊരു റോബോട്ടും കൂടിയുണ്ട്. അതാണ് ക്യൂട്ടി ബോട്ട് അല്ല, നമ്മുടെ കാണിച്ചുതരാം. ഇത് ക്യൂരിയോസിറ്റി ബോട്ട്.
കണ്ടോ? കാണുന്നുണ്ടോ? ഏ ആസാപ്പ് നിന്ന് ഉണ്ടാക്കിയത്. അതെ 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 അതെ. ഓക്കെ. യെസ്. പിന്നെ ഓക്കെ ഓക്കെ അത് വിടും. ഓക്കെ. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല, ഇതിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു അതല്ല. ഓക്കെ, ഇവിടെ എത്ര ആൾക്കാർ ഇൻസ്റ്റഗ്രാം ഉണ്ട്? ഇവിടെ എത്ര ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്? ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഉണ്ട് അല്ലേ? അല്ലേ? ലിങ്ക്ഡിൻ എത്ര ആൾക്കാർക്കുണ്ട്? ലിങ്ക്ഡിൻ എത്ര ആൾക്കാരുണ്ട്? ലിങ്ക്ഡിൻ കേട്ടിട്ടുണ്ടോ? ആ കേട്ടിട്ടുണ്ട്. ഇല്ല. ആ ഇല്ല. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. അപ്പം ഞാൻ നേരത്തെ കാണിച്ചത് വിഷ്വൽസ് ഇല്ലേ, അത് ഇൻസ്റ്റാഗ്രാമെന്നോ ഫേസ്ബുക്കിൽ അല്ല, ലിങ്ക്ഡിൻ എന്നാണ് കേട്ടോ ഞാൻ കാണിച്ചത്. അതിലേക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ പ്രൊഫഷണൽസ്, അതായത് നമ്മളെ പോലെ ഡെവലപ്പേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സോഷ്യൽ മീഡിയ അല്ല, ഒരു പ്രൊഫഷണൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നമ്മുടെ പ്രൊജക്ട്സൊക്കെ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും, നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അതിൽ പറയാൻ പറ്റും. അപ്പോൾ ഇനി ഏതെങ്കിലും കാലത്ത് ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയുടെ അടുത്തേക്ക് പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയിൽ ജോലി വേണം. അപ്പോൾ അവർ ചോദിക്കും, ഇതിന് ഇപ്പം ഞാൻ വലിയ ആളാണ്, എനിക്ക് ഇങ്ങനത്തെ സ്കില്ല് അറിയും, എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്, പക്ഷേ ഇതിനൊരു പ്രൂഫില്ല അല്ലേ? അപ്പോൾ ആ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ച പ്രൊജക്റ്റെല്ലാം സ്റ്റോർ ആക്കാനും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സ്റ്റോർ ആക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും പോയിട്ട് ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫോണിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, എൻ്റെ പേരടിക്കുക, ശ്രീനന്ദ് കരിശ്ശേരി, എന്നിട്ട് എന്നെ ഫോളോ ആക്കുക. അങ്ങനെയാണ് കണക്ഷൻസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇതാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതാണ് എൻ്റെ പേജ്. ഓക്കെ, മനസ്സിലായടോ? ഓക്കെ അല്ലേ? എല്ലാവരും പോയി ചെയ്യൂലേ? ഓക്കെ. അപ്പം ഇന്ന് എല്ലാവരും പോയിട്ട് അതിപ്പം റോബോട്ടിക്സ് പഠിക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവരും ഉപയോഗിക്കുന്ന സംഭവമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, ലിങ്ക്ഡിൻ എല്ലാവരും യൂസ് ചെയ്യണം, അതെൻ്റെ ഒരു നിർബന്ധമാണ് കേട്ടോ. ഇത് പ്രൈവറ്റ് ആക്കാൻ പറ്റുമോ അക്കൗണ്ട്? ഇത് പബ്ലിക്കൻ ആക്കണോടാ. കാരണം ഇപ്പം ഞാൻ ചെയ്ത പ്രോജക്റ്റ് എന്താ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്, ഞാൻ ഇതാക്കിയതാണ്, അന്ന് അപ്ലോഡ് ആക്കിയതാണ്. എന്തിൻ്റെ ലിങ്ക് ഇടാ? നീ നോക്കിക്കോടാ. അതിലുണ്ട് കേട്ടോ. ഇതിൽ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ് അതിൽ. ഓനിപ്പോൾ ഒരു ഡെവലപ്പറാണ്, റോബോട്ടിക്സ് ഡെവലപ്പറാണ്, എല്ലാ ഡെവലപ്പറാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ആഡ് ആക്കാൻ പറ്റും. അപ്പം ഇന്നെല്ലാവരും പോയിട്ട് ഇതൊന്ന് എന്താക്കുക, തുടങ്ങാം, ലിങ്ക്ഡിൻ അക്കൗണ്ട് തുടങ്ങാം. ഓക്കെ അല്ലേ? യെസ്. അപ്പം അങ്ങനെയാണ് നമ്മൾ കാര്യം വരുന്നത്. അപ്പോൾ റിലേ എന്താണെന്നല്ലേക്ക് മനസ്സിലായില്ലേ? ലിങ്ക്ഡിൻ എനിക്ക് മറ്റേ അതിൽ അയച്ചു തരും. ഓക്കെ, അതിൽ നിന്നെ ആ ഗ്രൂപ്പിൽ ഞാൻ ആഡാക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒന്ന് നീയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻ്റർഫിയർ ചെയ്തോ. ഓക്കെ. അപ്പോൾ അതാണ് റിലേ, അതാണ് റോബോട്ടിക്സ്, അതാണ് ഇലക്ട്രോണിക്സ്. ഇതിൽ ആർക്കെങ്കിലും ബിസിനസ്സിനെ പറ്റി അറിയണം താല്പര്യമുണ്ടോ? ഇനിയും ഓക്കെ.
അപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? എന്താ ബിസിനസ്? പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അതാരാ പറഞ്ഞേ? അതാരാടാ പറഞ്ഞേ? പ്രോഫിറ്റ് എന്താ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കഴിയാത്തത്ര മണി ഉണ്ടാക്കുന്നത്. നമ്മളെ പറ്റുന്ന ജോലിക്ക് പോയാലും കിട്ടിയില്ലേ? ആ ജോലിക്ക് പോയാലും കിട്ടിയില്ലേ? കിട്ടൂലേന്ന്? കിട്ടില്ലല്ലോ. കിട്ടൂലേ? കിട്ടൂലേ? കിട്ടൂലേപ്പാ? കിട്ടുവാ? കിട്ടുവാ? കിട്ടൂടാ? എടാ ആരെങ്കിലും എന്തെങ്കിലും മുഴടാ ആവടാ. കിട്ടും. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മ ഉണ്ടാക്കിയിട്ടില്ല 10 റുപ്യയുടെ സാധനം കൺവിൻസ് ആക്കിയിട്ട് 40 റുപ്യക്ക് വിൽക്കണം. അപ്പം നമ്മുടെ ലാഭം എത്ര? 4 times കൂടുതൽ. 30 റുപ്യ. 30 റുപ്യാണ് നമ്മുടെ ലാഭം അല്ലേ? അതാണ് സിമ്പിൾ ഭാഷയിൽ ബിസിനസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്പേസ് എക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് ആരുടെ കമ്പനിയാ? എലോൺ മസ്കിൻ്റെ കമ്പനി ആയിട്ടുള്ള സ്പേസ് എക്സിൻ്റെ വെബ്സൈറ്റാണിത് അല്ലേ? യെസ്. അപ്പം കണ്ട, അപ്പം സ്പേസ് എക്സിൻ്റെ ആ ഒരു കുതിച്ചാട് എങ്ങനെ അറിയോ? ആദ്യം ഇവർ 5 കൊല്ലം കഷ്ടപ്പെട്ട് റോക്കറ്റാക്കി എല്ലാം ബൂം 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 ആയിട്ട് പോയിട്ടാണ്. എത്ര കോടിക്കണക്കിന് പൈസ വെറുതെ വെള്ളത്തിലായിട്ടുണ്ടായിന്. പക്ഷേ ലാസ്റ്റ് ടൈം അവർ സക്സസ് ആയി. അതിനുശേഷം പുറത്തിറക്കിയ ഒരു സാധനമാണ് സ്റ്റാർഷിപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സ്പേസ് വെഹിക്കിള്. ഓക്കെ, അപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞൊരു എക്സാമ്പിൾ ഇതാണ്. അതായത് ചെയ്ത് ഫെയിലായി ലാസ്റ്റത്തെ എത്തുമ്പോൾ ഒരു കുതിച്ചാട്ടം. എന്നിട്ട് ആ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കൈൻഡ് ഓഫ് ഒരു രീതിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെക്കാളും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് പറയാനുള്ള. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഈ വരുന്ന 10-15 ദിവസം ആഡ് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് സ്വന്തമായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഓൺടർപ്രണർഷിപ്പ് എന്ന രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോവുക, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. നമ്മൾ റോബോട്ടിക്സ് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക്സ് എന്താണെന്ന് വെച്ചാൽ എല്ലാം പഠിച്ചു. ബിസിനസ്സിലേക്ക് ചെറിയൊരു കിക്ക് സ്റ്റാർട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ശരിക്കും ഒരു ആക്ച്വൽ സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങാമെന്ന് വരെ ഇത് ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നില്ല. അതിലെ സെക്കൻഡ് ബാച്ചിലവർക്ക് ഉണ്ട്. ഓക്കെ, എങ്ങനെ തുടങ്ങാവുന്ന രീതിയിൽ നമ്മൾ ചെറിയ ലെക്ചേഴ്സ് ആയിട്ടുന്ന രീതിയിൽ തന്നെ പോകും. ഓക്കെ, യെസ്. അപ്പം അതാണ് സംഭവം. അപ്പം എന്നെപ്പറ്റി അറിയാത്തവർക്ക് കൊണ്ട് ഞാൻ പറയാം. എനിക്ക് സ്വന്തമായിട്ട് 3 കമ്പനികളുണ്ട്. ഓക്കെ, അതിലൊരുപാട് പ്രൊജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ ഒരു കമ്പനിയിൽ നമ്മൾ ഒരു ആപ്പാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മറ്റൊരു കമ്പനി ഒരു സർവീസ് ബേസ്ഡ് കമ്പനിയാണ്. വേറൊരു കമ്പനി ഒരു ബേബി സ്റ്റാർട്ടപ്പാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ഞാൻ വെറുതെ പറയുന്ന ഒരാളല്ല എന്ന് ഞാൻ തെളിയിച്ചത് വേറൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് എൻ്റെ തള്ളലം. ഇത്ര മാത്രമേ ഉണ്ടാവും. അതല്ലേ ലാസ്റ്റ് ടൈം ഇങ്ങനത്തെ തള്ളലല്ലേ ഞാൻ തള്ളിക്കൊണ്ടത്. ആ ക്ലാസ് തപ്പേ കട്ടാക്കി പോയിന്. അങ്ങനെ തള്ളൽ ഞാൻ തള്ളീന്.
അല്ലേ അതല്ലേ? ആ നായി യെസ് എന്നാ. ഓക്കെ, അതാണ് സ്റ്റാർട്ടപ്പും സ്റ്റാർട്ടപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആർക്കെങ്കിലും അറിയോ? ബിസിനസ്സും സ്റ്റാർട്ടപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബിസിനസ്സും സ്റ്റാർട്ടപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അറിയുന്നവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എന്തോടാ ഇങ്ങനെ സൈലന്റ് ആവലടപ്പാ? പുതിയ പുതിയ ഐഡിയാസ്. അത് രണ്ടും ഒന്നും തന്നെയാടാ. അപ്പോൾ ഞാൻ പറയാം, ബിസിനസ്സും സ്റ്റാർട്ടപ്പും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് എന്ന് പറയുന്നത് കുറേ കൊല്ലം മെനക്കെട്ട് ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റവന്യൂ മോഡലാണ് ബിസിനസ്. അതായത് ഇപ്പം നിങ്ങൾക്കൊരു തുണിപ്പിടിയുണ്ട് അല്ലേ, അതിനൊരു ഉയർച്ചയും താഴ്ച എന്ന രീതിയിൽ അങ്ങനെയൊന്നുമില്ല. ഇത് എല്ലാ കൊല്ലം തോറും ഇങ്ങനെ തലമുറ ഇങ്ങനെ പോയിക്കൊണ്ടു അല്ലേ. സ്റ്റാർട്ടപ്പ് അതല്ല, ഒരു 5 വർഷം കൊണ്ടൊരു കമ്പനി സക്സസ്ഫുൾ ആയാൽ അത് കഴിഞ്ഞിട്ട് അതിന് ഡബിൾ ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടാക്കി, അതാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ ആ ഒരു 5 കൊല്ലത്തിനുള്ളിൽ അത് 100 കോടി ഉണ്ടാക്കി, അത് സ്റ്റാർട്ടപ്പാണ്. പക്ഷെ ആ ബിസിനസ് നേരെ മറിച്ചാണ്, കുറേ കൊല്ലങ്ങൾ പണിയെടുത്ത്. ഇപ്പോൾ ഒരു സ്റ്റീൽ കമ്പനി എല്ലാം പറയുന്നത് സ്റ്റാർട്ടപ്പ് അല്ല, അതൊരു ബിസിനസ്സാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? യെസ്. That is known as business versus, that is basically business versus startups. Okay, yes. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്ര മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇന്നെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ്? ഇവിടെ എന്തെങ്കിലും ചോദിക്കും. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ലാസ്റ്റ് ടൈമിൽ കാണണം. സോറിടാ, അതറിയാതെ ലെഫ്റ്റ് ആയി പോയിട്ടോ. ഓക്കെ, അതായത് ലെഫ്റ്റ് ആയി പോയതാണ്. അപ്പം എല്ലാവരും റെസ്പോണ്ട് ചെയ്. ഓക്കെ ആണോ? നോ ഡൗട്ട്. ഡൗട്ട് ഇല്ല അല്ലേ? ഡൗട്ടൊക്കെ വന്നോളും കേട്ടോ. ഓക്കെ, നമ്മളെ കിറ്റിൽ എന്തായാലും ശ്രീധരന്റെ അടങ്ങിയിട്ടില്ലേ? കിറ്റിൽ ആർഡിനോ ബോർഡ് ഉണ്ട്, ഒരു 4-5 സെൻസേഴ്സ് ഉണ്ട്, ബ്രെഡ് ബോർഡ് ഉണ്ട്, കുറച്ച് വയേഴ്സ് ഉണ്ട് കേട്ടോ. അൾട്രാസോണിക് ഇല്ലടാ. അൾട്രാസോണിക് ഇപ്പോഴേ പഠിച്ച ഒരു കാര്യമൊന്നുമില്ല. ഇല്ല, അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിക്കലാണ്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഫസ്റ്റ് ടൈം അല്ലേ ഇടാ, കത്തുന്നിരിക്കാമല്ലോ, വേസ്റ്റ് ആണ്. ഓക്കെ, നീ ലാബിലുണ്ടോ അവിടെ സെർവർ മോട്ടർ? എനിക്ക് അത് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ലാബിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്തോ കേട്ടോ. ഇതിൽ മൾട്ടിപ്പിൾ സെൻസർ ഇൻ്റഗ്രേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പഠിപ്പിക്കുന്നത്. കുറേ സെൻസേഴ്സ് അങ്ങനെ ഒന്നിച്ച് ഹാൻഡിലാക്കാം എന്ന രീതിയിലാണ് ഫുള്ള് ശരിയാക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് അഡ്വാൻസ് എന്ന രീതിയിലേക്കെല്ലാം പോകാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ ഭയങ്കര നന്നായിട്ട് നല്ല കുറേ കമ്പോണൻസിലെ കിറ്റെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറേ സ്റ്റുഡൻസിന് ലാസ്റ്റ് വർഷം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടെല്ലാം ആയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം. എന്താ വെച്ചാൽ കുറച്ചുകൂടി അഡ്വാൻസ് സെൻസേഴ്സ് ഇപ്പോൾ അതിൻ്റെ കാര്യമില്ല എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ഇനിയും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇത് വളരെ സ്ലോ ആയിട്ടുള്ള റെസ്പോൺസാണ്. നീഡ് ടു ബി കമ്മ്യൂണിക്കേറ്റ് ലിറ്റിൽ മോർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പം നാളെ ക്ലാസ് ഉണ്ടാവത്തില്ല. ഉണ്ടോ ഇല്ല, ചിലപ്പോൾ ചാൻസ് ഇല്ല. ഒരു 10% ചാൻസ് ഇല്ല, ബിക്കോസ് ഞാൻ നാളെ കോട്ടയത്ത് പോവാന്ന്. ഓക്കെ, അപ്പോൾ അവിടെ ചെറിയ പരിപാടി ഉണ്ട്. ഓക്കെ, അങ്ങനെ ശനി ഞായർ ഞാൻ വിദ്യാകരൊക്കെ പറഞ്ഞേ വന്നോ. അതിലുണ്ടാവൂടാ. അതിൽ നീ പോന്നാ അതിലില്ല. അതിൽ പോയോ? ഉണ്ടാവും, ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും. ഞാൻ പറയാം കേട്ടോ, നീ പഠിക്കണ്ട, സെറ്റാക്കാം നമുക്ക്.
അപ്പം ഓക്കെ, ഇനിയും എല്ലാവരും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാനുണ്ട്. ഓക്കെ, യെസ്, താങ്ക് യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. യെസ്, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ ബൈ.